കണ്ടില്ലേ ഇതാ ഈ കുരുമുളക് എൻ്റെ വീടിയുള്ളത് തന്നെയാണ്. ഞാനത് തൈ മുറിച്ച് ഇതാ ഇവിടെ ഇപ്പം മുറിച്ചിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി ഞാനത് ഇന്നെങ്ങനെയാന്ന് നടന്ന് കാണിച്ചു തരാം. കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടില്ലേ അതിനകത്ത് ചേരി ഈ 2 ചേരി വെക്കുന്നുണ്ട് അപ്പുറം ഇപ്പുറം. എന്താ വെച്ചാൽ അതിൽ നിറഞ്ഞു പോയാൽ പിന്നെ നമുക്കത് പിന്നെ വെള്ളം താണിട്ടില്ലെങ്കിൽ വെള്ളം കുടിച്ചു പോയാൽ ഇത് വേഗം പോയിപ്പോവും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിവിടെ നടുന്നത്. ഇതിപ്പോൾ കണ്ടില്ലേ. ഇനിയിപ്പം എന്നാ ഇത് ഞാൻ ചകിരിച്ചോറ് തന്നെയാണ് നടുന്നത്, വേറെ ഒന്നിനുമല്ല. ഇതിപ്പോൾ കണ്ടല്ലോ. ഇതിപ്പോൾ ഞാൻ ഇനിയിപ്പോൾ എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് എടുത്ത് വെച്ച് ആദ്യം തന്നെ ഞാൻ കുറച്ച് കരിയില ഇത് വാരിയിടേ നീ പിന്നെ റേഷൻ പൂട്ടിൻ്റെ ചപ്പ് വാരിയിട്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ കുറച്ച് കരിയില വാരിയിടട്ടെ. കൂർക്കല ചപ്പ് ഇടണം എന്ന് വെച്ചാൽ സൗകര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ കൂർക്കല ചപ്പ് ഇടായിരുന്നു. ഇതിനകത്ത് കൂർക്കല ചപ്പ് ഇടണം എന്ന് വിചാരിച്ചിന്, അപ്പോൾ അതിന് സൗകര്യം ഉണ്ടാവില്ല, അത്രയ്ക്ക് വലിപ്പമില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് കരിയിൽ ഈ പിന്നെ റേഷൻ പൂട്ടിൻ്റെ അതിൽ കുറച്ച് ചക്ക മടലും കൂടി ഇടാം. ചില ചക്ക മടലും കൂടി വേണ്ട, പോട്ടെ, ഇത് മതി, കാട് മതി, മറ്റേ ഈ പുല്ലും കാടും മതി, അത്രേ വേണ്ടു. അല്ലാതെ ഞാനുണ്ടല്ലോ ഇത് അത്രയ്ക്ക് കൊള്ളൂല്ലോ. അതുകൊണ്ട് ഇതും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് നട്ടു നോക്കാം. ഇതും മണ്ണില്ല കൃഷിയാന്ന് മാത്രമാണ് ഞാൻ ചെയ്യുന്ന കൃഷി. ഒരു കൃഷിയും മണ്ണുള്ള കൃഷി ചെയ്യുന്നില്ലേ. ഞാൻ അവിടെ നട്ടു വെച്ചിട്ടുണ്ട്, 3-4 തൈ ആയിട്ടുണ്ട്. മുളക് ഇക്കെല്ലാം പൂത്തിട്ടുണ്ടായിരുന്നു, ഇപ്പം നട്ടിട്ട് അത്രയൊന്നും ആയിട്ടില്ല. ഇതിപ്പോൾ ഞാനിനിയിപ്പോൾ പിന്നെ ഇതിനകത്ത് ഇനിയിപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ ഇനി അത് ഭാര്യയിട്ട് നടുവാണ് വേണ്ടത്. ഞാൻ ഭാര്യ എടുക്കട്ടെ. ഇതിൽ ഞാൻ കുറച്ച് സീമക്കൊന്നയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. കുറച്ച് സീമക്കൊന്നേൻ്റെ ചപ്പും കൂടി ഇടുന്നുണ്ട്. എന്നുവെച്ചാൽ നമുക്ക് നല്ല കുരുമുളക് തയ്യായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ പെല്ലുപൊടി, പിന്നെ കുമ്മായം, പിന്നെ ആട്ടും വളം, ചാരം, ഇതെല്ലാം കൂടിയിട്ടുള്ള വളത്തിലാണ് ഞാനിപ്പോൾ നടുന്നത്. ഇനിയിപ്പം അത് പിന്നെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഇല, പിന്നെ കരിയില, ഇതെല്ലാം പോട്ടി മിശ്രിതം. അതിൻ്റെ കൂടെ കുറച്ചും കൂടി വേപ്പും പിണ്ണാക്കിൻ്റെ പൊടിയും കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ചാരവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അടിയിൽ. ഇനി കുറച്ചും കൂടി ആട്ടും വളവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉണ്ടല്ലേ, അതാ അത് നല്ലതാണ്. അത് വേര് പിടിക്കാൻ ഈ ആട്ടും വളമെല്ലാം നല്ലത്. അതിൻ്റെ മേലെ ഞാനിപ്പോൾ ഇതാണ് ഇട്ട് കൊടുക്കുന്നത്. അത് എല്ലാം കൂടി ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ എല്ലാം ഞാൻ ഇതിൽ കുഴച്ചിട്ടതാണ്. എന്നാലും അതിൻ്റെ മേലെ ഇട്ട് കഴിഞ്ഞാൽ ആ വളത്തിന് നല്ലൊരു ഇതായിട്ട് വരും. ഇതിനകത്ത് ചക്കമടലും കൂടി ഉണ്ട്, എല്ലാം ഈ വളത്തിൻ്റെ ഒപ്പരം ഉണ്ട്. ഞാൻ എല്ലാം അതിൻ്റെ ഒപ്പരം തറച്ചു കൂട്ടിയിട്ട് വെച്ചിനി, അത് വേഗം വളമായി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതാണ് ഇത് കാണുന്നില്ലേ, ചക്കമടൽ എല്ലാം ഉണ്ട്, എന്തെല്ലോ ഉണ്ട്, കണ്ടില്ലേ. ഇതേപോലെ നട്ടു കൊടുത്താൽ നിങ്ങൾക്കും നല്ല കുരുമുളക് വള്ളി നമുക്ക് പറിക്കാൻ കഴിയും. മുറ്റത്ത് വെച്ചിട്ട് തന്നെ ഞാൻ ഇക്കെല്ലാം കുറേ റോഡിൻ്റെ സൈഡിലായിട്ട് ഞാൻ കുറേ ഈ 2 സൈഡിലും ഞാൻ വെയിലും ഈ മരം മുറിക്കാനുണ്ട്. അത് മുറിച്ച് കഴിഞ്ഞാൽ ഞാൻ 2 സൈഡിലുമായിട്ട് കുറേ കുരുമുളക് വള്ളി ഞാൻ നടും. മറ്റേ വള്ളീനെക്കാട്ടും പറിക്കാൻ ആൾ വേണ്ട, ഇത് നമുക്ക് തന്നെ പറിക്കാം, ഉണക്കാം, എല്ലാം ചെയ്യാം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യാൻ ആണ് എൻ്റെ പരിപാടി ഉള്ളത്. പിന്നെ അതുകൊണ്ട് ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ ഈ ബാഗ് ഇതുപോലെ മടക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ഇതും കൂടിയായി കണ്ടാ, നല്ലൊരു വട്ടവും കൂടി വന്നു, കണ്ടില്ലേ. ഇതേപോലെ ആയിക്കിട്ടും. ഇനിയിപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ ഇനി ആ വള്ളി എടുത്ത് നടുവാണ് വേണ്ടത്. ഇതിപ്പം കണ്ടില്ലേ, ഇത് കണ്ട, ഇത് ഒരുപാട് നീളത്തിലായിപ്പോയി. ഇതിപ്പോൾ ആകുമ്പോൾ എന്നുവെച്ചാൽ ശരിക്ക് ഇതിപ്പോൾ ഇടവത്തിൽ കുരുമുളക് മിഥുനത്തിൽ ഇത് നടേണ്ട സമയമായിപ്പോയി ഏകദേശം. അതുകൊണ്ട് ഞാനിപ്പം നടുന്നു. എന്താ ഇതിൻ്റെ ചപ്പെല്ലാം അങ്ങ് കളഞ്ഞേക്കാം, കണ്ടല്ലോ. ഇനി വേഗം തേക്കാനുള്ള ഈ തിരിക്ക് ഇത് കുറച്ച് മാത്രമേ ദൂരം വെക്കാൻ. ഒരുപാട് ദൂരം വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങ് താത്ത് വെക്കേണ്ടി വരും.
ഈ മണ്ണ് ഈ ഒരു മുട്ടിൻ്റെ മണ്ണ് മുങ്ങിക്കിട്ടണം. എന്നാലേ അത് നമുക്ക് ശരിക്കും തേത്ത് വരുമല്ലോ. മുട്ട് മേലെ അടിയിലായിപ്പോയെങ്കിൽ തിരി വന്നിട്ടില്ലെങ്കിൽ നമുക്കത് ശരിക്ക് തിരി വരില്ല. ഞാൻ ഇപ്പം നട്ടിട്ട് 3-5 പൊടിപ്പിച്ചിട്ടുണ്ട്, 3 പൊടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് ഇതിപ്പോൾ അതേപോലെ തന്നെ പൊടിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതിപ്പോൾ ഇവിടെ നിങ്ങളെ കാണിക്കാനും കൂടിയാണ് ഞാനിത് പൊടിക്കുന്നത്. കണ്ടില്ലേ, ഇതേപോലെ ചപ്പെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയായിട്ട്. ഇത് പൊട്ടിപ്പോയി, അയ്യോ സാരമില്ല, ഇത് നടാം. ഇത് പൊട്ടിപ്പോയി, അത് വേണ്ട. ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കൊരു തലയെടുക്കാം. ഉണ്ടല്ലേ, ഇതേപോലെ ഇതിൻ്റെ തല ഒന്ന് കൊടുത്തിട്ട് ഒന്ന് നട്ടു കൊടുക്കാമല്ലോ. ചപ്പൊന്നും വെക്കണ്ട, ഇലയൊന്നും വെക്കണ്ട, ഇതുപോലെ നമ്മൾ നട്ടു കൊടുക്കുക. നട്ടു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അധികം മുട്ട് ഇതിന് മേലെ വരണം. ഈ മുട്ടിൻ്റെ ഇവിടുന്ന് തിരി വരണം, എന്നാലേ. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം പ്രത്യേകം. മുട്ട് ഒരുപാട് താഴെ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇത്തിരി ആയിട്ട് വീഴുന്ന മുട്ടം കൂടി നമുക്ക് ഇട്ടിട്ട് നല്ലൊരു വള്ളിത്തലയാക്കാം. അതിന് വേണ്ടുന്ന വളങ്ങൾ കൊടുത്ത് നല്ല ഉഷാറാക്കി നമുക്ക് വളർത്താൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതേപോലെ ചെയ്യുന്നത്. കണ്ടില്ലേ, ഇത് ഇനിയിപ്പം എന്താ വേണ്ട, ഇതിനകത്ത് പുല്ലും കാടും ഉണ്ട്. ആ കാടും കൂടി നമുക്ക് ഇതിനകത്ത് ഇട്ടിടാം. കണ്ടില്ലേ, ഇതാ ഇത് പുല്ലും കാടുമാണ്. ഈ പുല്ലും കാടും അതും കൂടി ഇട്ട് വെക്കാം. അതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ എല്ലാം പുല്ലെല്ലാം വെച്ചാൽ നല്ല, ആ മൊത്തങ്ങേൻ്റെ പുല്ലെന്ന് പറഞ്ഞാൽ നല്ലൊരു മരുന്നാണ്. അത് നമ്മൾ കളയാൻ പാടില്ല. ആ മരുന്ന് നമ്മൾ ഇതിന് ഇട്ട് കൊടുക്കുന്നത് അത്രയും നല്ലതാണ്. ഇപ്പം കണ്ടില്ലേ, ഇതേപോലെ ഞാൻ ചെയ്യുന്നതായത് കണ്ടല്ലോ. ഇതുപോലെ നമുക്ക് ഇത് നോക്കാം. കണ്ടില്ലേ, സീമക്കൊന്നിട്ടു, പിന്നെ എല്ലാം ഇട്ടു. ഇനിയിപ്പം എന്താ വേണ്ടത് വെച്ചാൽ ഇനി കുറച്ചും കൂടി കാടും പടലും ഈ ചക്ക മടലും കൂടി ഉണ്ട്, അതും കൂടി ഞാൻ ഇട്ടിട്ടതാണ്. കുറച്ച് ഇതിൻ്റെ കൂടെ വന്നതാ, അതും കൂടി അതിൽ നിന്നോട്ടെ. എല്ലാം എന്തെന്ന് ഇട്ടാലും വേണ്ടാന്ന് പറയില്ല, അവർക്കത് ഇഷ്ടമാണ്. കണ്ടില്ലേ, ഇനിയിപ്പോൾ ഇനിയാണ് ഇനിയിപ്പോൾ ഈ പോട്ടി മിശ്രിതം നിറക്കുക. അതിൻ്റെ മേലെ വളമിടും. ഞാൻ അടിയിലാണ് നേരത്തെ വളങ്ങളിട്ട്, അത് എങ്ങനെയായാലും കണക്ക് തന്നെ, എന്നാലും അതിന് വേരിന് പിടിക്കും, മേലെ നട്ടാലും പിടിക്കും. ഇനിയിപ്പോൾ ഇത് കുറച്ച് ഇട്ടേ. കണ്ടില്ലേ പോട്ടി മിശ്രിതം. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ ഇത് കുത്തി നിറക്കട്ടെ. നിറച്ചപ്പോൾ മാത്രമേ നമുക്കത് ആയി കിട്ടൂലൂ. കണ്ടില്ലേ, ഇതേപോലെ ഇങ്ങനെ ആക്കുക. അന്നേരം ഇങ്ങനെ മടക്കി വെച്ചാൽ നല്ല ഒരു ബാഗ് പോലെ തന്നെ ആയിട്ട് വരും. കണ്ടില്ലേ, ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് ഇത് ഇടുക. വേപ്പിൻ്റെ കുരു, ശാട്ടുമ്പളവും കുറച്ച് എല്ലാം കൂടി ഇട്ടിട്ട് അതും കൊടുക്കുക. എല്ലാം ഇടില്ലേ, കുറച്ച് ചാരവും കൂടിയുണ്ട്. ഇത് നടുന്ന വേര് വരാനാണ് ഞാൻ അതേപോലെ ഇട്ട് കൊടുക്കുന്നത്. ഉണ്ടല്ലേ, കണ്ടല്ലോ. ഇതുപോലെ ഇനി നിറക്കുക, നമ്മൾ താത്ത് വെക്കുക. ഇതുപോലെ നിറക്കുക. കണ്ടോ, ഇപ്പം നല്ല കണ്ടീഷനായി നിറഞ്ഞു. ഇനി നമുക്ക് നട്ടു കൊടുക്കാം. ഇതിലെല്ലാം കൂടിയിട്ടുണ്ട്, ഇതിൽ ചക്ക മടൽ വരെ കൂടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നട്ടു കൊടുക്കാം. കണ്ടില്ലേ, ഇതൊന്ന് ഇവിടെ നടാം. ഇത് എപ്പോൾ ഉണ്ടാകുന്ന, ഞാൻ നട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ എപ്പോൾ നമുക്കിപ്പം പുഞ്ച കിണറും എല്ലാ കിണറും ഉണ്ടാകുന്ന ആ വള്ളിയിൽ നിന്നാണ് ഞാൻ മുറിച്ചിട്ട് ഇത് എടുത്തിട്ടുള്ളത്. അങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ എല്ലാ സമയത്തും ഉണ്ടാവും വേഗം. അതാണ് ആ വള്ളിയുമെന്നാണ് ഒരു പുഞ്ച കിണർ ഉണ്ടാകുന്ന ആ വള്ളിയുമെന്നാണ് ഞാനിതെല്ലാം ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടല്ലോ, ഇതേപോലെ ഞാനൊരു 4 നട്ടിട്ടുണ്ട്. അഥവാ പൊടിച്ചിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ നടുന്നത് കേട്ടോ.
ഒരു 4 ഞാൻ നട്ടിട്ടുണ്ട്. ഒരു സമയം ചിലപ്പോൾ 1-2 പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഒന്നായിട്ട് കാര്യമില്ല, വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഇഷ്ടംപോലെ. ഇത് ഒരുപാട് നീളത്തിൽ ഇത് വരരുത്. ഇനി ഈ വേര് ഇപ്പുറത്തേന് മുട്ടണം. അങ്ങനെ നടാണ്ട് ഞാൻ ഒരു കൊല്ലം ഞാൻ അങ്ങനെ നട്ടു. ഒരു പ്രാവശ്യം നട്ടിട്ട് എൻ്റെ അത് പൊടിച്ച് കിട്ടിയിട്ടില്ല, എല്ലാം ചീഞ്ഞു പോയി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ശ്രദ്ധിച്ചിട്ട് തന്നെ നടുന്നു. കണ്ടില്ലേ, അത് അതിന് കണക്കായിട്ട് മുറിച്ചിട്ട് നടുന്നത്. അതിന് കുറച്ച് താഴെ മാത്രം നമ്മളത് മുങ്ങുന്ന തരത്തിൽ മറ്റേ വേര് വരണം. എന്നാൽ അതിൻ്റെ അടിയിൽ നിന്ന് വേര് പെട്ടെന്ന് പുറത്തേക്ക് വന്നോളും. കണ്ടല്ലോ, ഇത് കണ്ടല്ലോ നിങ്ങൾ, ഇപ്പം കണ്ടില്ലേ? ഇതാ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് ഗുഡ് ബൈ. ഓക്കെ. ഇതാ കണ്ട, ഇത് കണ്ടില്ലേ? കണ്ടില്ലേ? രണ്ട് വേഗം നട്ടിട്ടില്ലേ? ഇപ്പോൾ ഇത്രയേ